നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. എരവട്ടൂരിലെ KM രാഘവൻ മാസ്റ്ററുടെ അനുസ്മരണം CPM എരവട്ടൂർ പാറപ്പുറം ഈസ്റ്റ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ വീട്ടുമുറ്റത്തൊരു കഥാപ്രസംഗം എന്ന പേരിൽ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KV അനുരാഗ് ഉദ്ഘാടനം ചെയ്തു. രാഘവൻ മാസ്റ്ററുടെ പ്രഥമ ശിഷ്യ സുമതി രാജൻ കഥാപ്രസംഗം അവതരിപ്പിച്ചു. ചെറുപ്രായത്തിൽ തന്നെ രാഷ്ട്രീയ രംഗത്തും കഥാപ്രസംഗ കലയും നെഞ്ചിലേറ്റിയ എരവട്ടൂരിലെ പരേതനായ KM രാഘവൻ മാസ്റ്ററുടെ രണ്ടാം ചരമവാർഷികം CPM എരവട്ടൂർ പാറപ്പുറം ഈസ്റ്റ് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ മുറ്റത്തൊരു കഥാപ്രസംഗം എന്ന പേരിൽ സംഘടിപ്പിച്ചു. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KV അനുരാഗ് ഉദ്ഘാടനം ചെയ്തു. നിരവധിയായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ആ ഓരോ കാര്യങ്ങളും നമ്മുടെ നാടിനകത്ത് ഏറ്റവും ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ആവേശവും ഇന്ധനവുമായി ഈ പരിപാടി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. MK രതീഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. P ബാലൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. അങ്ങനെ എരവട്ടൂർ സ്കൂളിൽ പഠിച്ചു. പിന്നീട് ഹൈസ്കൂളിലും പഠിച്ചു. ഹൈസ്കൂളിൽ പഠിച്ചു വീണ്ടും എന്തായി, വീണ്ടും രാഘവൻ മാഷ് ജോലിക്ക് പോയി. ആ സമയത്താണ് KK ഗോപാലൻ മാഷ്. KK ഗോപാലൻ മാഷ് എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് തിരിയില്ല. ജ്ഞാനോദയ സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത ഗോപാലൻ മാഷ്. ആ ഗോപാലൻ മാഷ് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായിരുന്നു. കേളേട്ടനായിട്ടൊക്കെ നല്ല ബന്ധമുള്ളതാണ്. അയാൾ നിർബന്ധിച്ചിട്ടാണ് രാഘവൻ മാഷ ട്രെയിനിങ്ങിനയക്കുന്നത്. അങ്ങനെ രാഘവൻ മാഷ് KM രാഘവൻ മാസ്റ്ററുടെ കഥാപ്രസംഗത്തിലെ പ്രഥമ ശിഷ്യ സുമതി രാജനെ മൊമെന്റോ നൽകിയും ഷോൾ അണിയിച്ചും പുതിയടത്ത് ഗോപാലനും KK വേണുവും ആദരിച്ചു. TH നാരായണൻ മാസ്റ്റർ, KK ബാലകൃഷ്ണൻ മാസ്റ്റർ, TP ബാബുരാജ്, MK കുഞ്ഞിരാമൻ, വാസു മാസ്റ്റർ, ദാമു കൂത്താളി, KK രാജീവൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സുമതി രാജൻ മറുമൊഴി നൽകി. കഥാപ്രസംഗ മത്സരത്തിൽ ആൻവിയ R, ശിവഗാമി B സത്യൻ എന്നിവർ സമ്മാനങ്ങൾ നേടി. സർവസമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ട ആ ഹതഭാഗ്യൻ കുറ്റബോധത്താൽ തേങ്ങുന്ന മനസ്സുമായി ഇരപ്പിലൂടെ നടന്നു. നെഞ്ചുമായൊരു ഭ്രാന്തനെ പോലെ ഇരുളാണ്ട വഴികൾ ഭാരതത്തിന്റെ ഇന്നത്തെ അവസ്ഥ അരി വാങ്ങുവാൻ പാവം ഗാന്ധിജി ക്യൂവിൽ എരുങ്ങി നിൽക്കുന്നു. അരി വാങ്ങുവാൻ ക്യൂവിൽ നിൽക്കി നിൽക്കുന്നു ഗാന്ധി. ഗാന്ധിജിയുടെ ഘാതകൻ, അധർമ്മത്തിന്റെ പ്രതീകം അതാ കൂറ്റൻ കാറിൽ കയറി പോകുന്നു. ഈ സമയം ഏതാനും ശുഭ്രവസ്ത്രധാരികൾ ഒരു വിദേശ ആഡംബരക്കാരൻ ഗാന്ധിജിക്ക് സമീപം വന്നിറങ്ങി. അവർ അരിവാങ്ങുവാൻ ക്യൂവിൽ നിൽക്കുന്ന ഗാന്ധിജിയെ കണ്ടു. മഹാത്മൻ, അങ്ങയെ കണ്ടതിൽ വളരെ സന്തോഷം. അങ്ങറിഞ്ഞോ, അങ്ങ് പണ്ട് ഉപയോഗിച്ച വസ്തുക്കൾ ന്യൂയോർക്കിൽ ലേലത്തിൽ വെച്ചിരിക്കുന്നു. അങ്ങയുടെ സ്മരണ കുടികൊള്ളുന്ന വസ്തുക്കൾ ഓരോ ഭാരതീയനും പൂജനീയങ്ങളാണ്. ലേലം കൊള്ളാൻ വിജയമടക്കം പല ഉന്നത. കാപ്പിയിൽ കരുണാകരൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് കേളോത്ത് ദാമോദരൻ മാസ്റ്റർ നന്ദി പറഞ്ഞു. പിതാവിന്റെ രണ്ടാം വാർഷികത്തിൽ വീട്ടുമുറ്റത്തൊരുക്കിയ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചതിൽ മകൻ നന്ദി പറഞ്ഞു. അച്ഛൻ്റെ രണ്ടാം ചരമവാർഷികമായ ദിനം ഇന്ന് ഇത്രയൊരു കൂട്ടായ്മ ഉണ്ടായതിൽ വളരെ സന്തോഷം. അതോടനുബന്ധിച്ച് ഇപ്പോൾ ഈ പാറപ്പുറം ഈസ്റ്റ് ബ്രാഞ്ച് CPM ഈസ്റ്റ് ബ്രാഞ്ച് നടത്തിയ വീട്ടുമുറ്റത്തൊരു കഥാപ്രസംഗം എന്ന പരിപാടി സംഘടിപ്പിച്ചതിൽ വളരെ സന്തോഷം. അതിന് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നവരോട് CPMൻ്റെ അച്ഛൻ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടു, പിന്നെ ബാലസംഘം തുടങ്ങിയ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട്
പ്രവർത്തനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇപ്പോൾ കഥാപ്രസംഗ രംഗത്ത് ഒരു അരുമ ശിക്ഷയായ സുമതി ഒരു ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.